സ്കൂൾ കുട്ടികൾക്ക് വിഭവങ്ങൾ ഒരുക്കാൻ പാടുപെടുന്ന പാചകത്തൊഴിലാളികൾ കുടുംബം നോക്കാൻ പാടുപെടുന്നു. തുച്ഛമായ ദിവസക്കൂലി മാത്രമാണ് ഇവർക്ക് വേതനമായി ലഭിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ മാത്രം വിവിധ സ്കൂളുകളിലായി 500ഓളം തൊഴിലാളികളാണ് പാചകം നടത്തി ഉപജീവനം തേടുന്നത്. സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനായി ചോറ്, കറി, തോരൻ എന്നിവ ഉണ്ടാക്കലാണ് പ്രധാന ജോലി. ആഴ്ചയിൽ 2 ദിവസം പാൽ, മുട്ട എന്നിവയും പാകം ചെയ്ത് നൽകണം. 500-ൽ താഴെ കുട്ടികളുള്ള സ്കൂളിൽ 200 രൂപയാണ് ഇവർക്ക് ദിവസക്കൂലി. ഇവിടെ ഒരാൾക്ക് മാത്രമാണ് നിയമനം. 500-ന് മുകളിൽ എത്ര വിദ്യാർത്ഥികളുണ്ടെങ്കിലും 2 പേരെ മാത്രമാണ് നിയമിക്കുക. ഇവർക്ക് കിട്ടുന്നതാകട്ടെ 250 രൂപ വീതമാണ്. ദിവസക്കൂലി വർദ്ധിപ്പിക്കണമെന്ന് പലതവണ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. 2013-14 ബജറ്റിൽ 100 രൂപ കൂലി വർധന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതും നടപ്പിലായിട്ടില്ല. 500-നടുത്ത് കുട്ടികളുള്ള സ്കൂളുകളിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് പാകം ചെയ്യുന്നതും 1000-ന് മുകളിൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ 2 പേർ മാത്രം ജോലിയെടുക്കുന്നതും വളരെ പ്രയാസകരമാണ്. ഇതിനിടെ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ അവധിക്കാലം എത്തുന്നതോടെ വരുമാനം തീരെ ഇല്ലാതാകും. 2015 ജൂലൈയിൽ വേതനം ഉയർത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നെങ്കിലും ഉത്തരവിലെ അവ്യക്തത കാരണം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മരവിപ്പിക്കുകയായിരുന്നു. തങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും നേരിൽ കണ്ട് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇവർ. റിപ്പോർട്ടർ, കാസർഗോഡ്.